ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് ബാർബിക്യൂ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് കാണാമേ. അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു വീപ്പക്കുറ്റി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നിറയ്ക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ചല്ലിയ മണല എന്നിട്ട് നിറച്ചാലിൻ്റെ കില്ല് വെച്ച് തീ ഇടാൻ പറ്റുമോ? അപ്പം മറ്റേ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡ് വേണ്ട അവിടെ നിന്ന് വാങ്ങിയതാ, അത് വെച്ചിട്ടാ? ഇത് എവിടെ നിന്ന് എടുത്തിട്ട് തരണം? വീട് വെക്കാനുള്ള കല്ലാണ് ഇത്. പൊടിച്ചിട്ടാ ഇത് കുഴയ്ക്കും. ഇത് മിക്കവാറും പോയി വന്ന് ഇതിനകത്ത് കയറും. ഒഴിക്കും. അതെ, ഇനി എത്ര റൗണ്ട് വേണ്ടി വരും? ഇനി 2 ലെയർ ഇടണ്ടേ? അതെ, മണൽ മാഫിയ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് കുറച്ച് ചുടുകട്ടയാണ് കേട്ടോ അടിയിൽ വെച്ച് കൊടുത്തത്. അതിൻ്റെ മുകളിലാണ് മണൽ എടുക്കുന്നത് കേട്ടോ. നമ്മൾ റോഡിൽ നിന്നാണ് എടുക്കുന്നത്. മഴയൊക്കെ പെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മണലൊക്കെ അവിടെ സെറ്റായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് ഇതിൽ നിറയ്ക്കാനുള്ള കുറച്ച് മണലെടുത്തത്. ഇത് എത്ര ട്രിപ്പ് വേണ്ടി വരും? അത്യാവശ്യം നമ്മൾ 3/4 ഭാഗത്തോളം നമ്മൾ ചുടുകട്ടയാണ് ആദ്യം വെച്ചത്. അതിൻ്റെ മുകളിലാണ് ഈ മണൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ തടിയുടെ പൊടി ഉണ്ടല്ലോ, അറക്കപ്പൊടി, അപ്പോൾ അത് ഇട്ടിട്ട് അതിന് മുകളിലാണ് നമ്മൾ ചാർക്കോൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത് കേട്ടോ. കുലുക്കാനോ? ഭൂമി ഉരുങ്ങുന്നു. അടുപ്പിച്ച കരിഞ്ഞു പോകും. അല്ല, ഒരുപാട് ഇതായാലേ നമ്മൾ തീ കൊടുക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അടിയിൽ നിന്നാണ് തീ ഇങ്ങോട്ട് വരാറ്. ഒന്നുകൂടായ പിന്നെ പൊങ്ങി പോകില്ലേ? അതിന് വേണ്ടി നമ്മൾ ഗ്രില്ല് വയ്ക്കുമ്പോൾ പൊടി ഇടണം, പിന്നെ ചാർക്കോൾ പൊങ്ങി പോകും. അപ്പോൾ പൊടി കൊടുത്തിട്ട് വരാം. പക്ഷേ ഇതിപ്പോ ചൂടടിക്കുമ്പോഴേ എടുക്കാൻ പോയി ഫസ്റ്റ് കത്തിച്ചിടുമ്പോൾ തന്നെ ഇത് സെറ്റ് ആവുള്ളൂ. പാത്രം പരുവപ്പെടുത്തി എടുക്കാം. ഇത് മണ്ണല്ലല്ലോ, പൊടി, അറക്കപ്പൊടി, തടിയുടെ പൊടിയാണ്. നല്ല ചൂട് ഇപ്പോഴാണ് അർത്ഥമാണ്. വില കുറവിൽ നല്ല ഫ്രീ ആയിട്ട് പിന്നെ കൊണ്ടേ ചാർക്കോൾ ഇടും. മാറ്റി വെച്ചോ, അല്ലെങ്കിൽ തീരുമാനോ? ഇത് കത്തിക്കട്ടെ. ഇത് ചാർക്കോൾ ഇട്ടാലേ കത്തുള്ളൂ, അല്ല ഇതായിട്ട് കത്തൂല്ലേ? ഇത് നനഞ്ഞതല്ലേ? അല്ലെങ്കിൽ കുറച്ച് തടിയിലെ ഇത് പീസ് ഉണ്ടല്ലോ, തടി പീസുകളല്ലാണ്ട് ചെറുതായിട്ട് കൊത്തി ഇത് കല്ലാതെ ഡയറക്റ്റ് കത്തൂല്ലേ? ഉണങ്ങിയതാണെങ്കിൽ കത്തും.
ഉണങ്ങിയതാണെങ്കിലും കത്താൻ പറഞ്ഞു. ചൂടെടുത്താൽ അത് കത്തും. മഴ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പൊടി താണ്ടിരിക്കുന്നു. ആ ഗ്യാസ് കൊടുത്തു. അറക്കപ്പൊടിയുടെ മുകളിൽ നമ്മൾ കുറച്ച് വിറകാണ് ഇട്ട് കൊടുത്തത്. അടുത്ത ദിവസം നമ്മൾ ഗ്രില്ല് ചെയ്ത വിശേഷങ്ങളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇവിടെ മഴ പിടിച്ചിരിക്കുന്നു. ഗ്രില്ലിനുള്ള തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാർക്കോളിലൊക്കെ തീ പിടിച്ചു തുടങ്ങി. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊന്ന് സെറ്റായ ബാക്കി ഗ്രില്ലിനുള്ള പരിപാടി തുടങ്ങാമായിരുന്നു. ഈ മഴ, ഇതിൻ്റെ ഇടയിൽ മഴയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് നിന്നാണ് എല്ലാം ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വിട്ടു കൊടുക്കാതെയാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തത്. നമ്മളിത് വാഴയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഓയിൽ പുരട്ടാൻ വേണ്ടിയാണ്. ഓയിൽ പുരട്ടിയിട്ട് വേണം നമുക്ക് ചിക്കൻ വയ്ക്കാൻ. മഴ 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 അതായത് ഓയിൽ പുരട്ടാം. തീയൊക്കെ കത്തിയപ്പോൾ ചായ ഇട്ടിട്ട് പോപ്പോയ്ക്ക് പനിയായിട്ടതാ. പോപ്പോയി മഴയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. പോപ്പോയി ഹായ് ഇട്. ഹായ് പറഞ്ഞു. ഹായ് പറ. ഹായ് കഴിക്കുന്നു. നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു മഴയത്ത് കൂടി ഈ മഴയെന്ന് മെയിൻ നമ്മൾ കണ്ടുകൂടായി. എന്നാലും നമ്മളുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല മഴയും കോരിച്ചൊരിയുന്ന മഴയത്ത് കഷ്ടപ്പെട്ട് ഗ്രില്ലടിക്കുന്നതാണ്. ഒരു സൈഡിൽ നല്ല മഴ, നമ്മുടെ മറ സൈഡ് നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കും. നമ്മുടെ ചിക്കൻ ഏതാണ്ട് ഗ്രില്ലായിട്ടുണ്ട്. മഴയ്ക്കൊരു കുറവുമില്ല. നമ്മുടെ ചിക്കൻ്റെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് നല്ലതുപോലെ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും മഴ നനഞ്ഞാൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയുണ്ട്. നമ്മൾ കാണും പോലെയൊന്നുമല്ല, പുറത്ത് നല്ല മഴയാണ്. നമ്മൾ അൽഫാം റെഡിയായിരിക്കുന്നു. ശക്തമായ മഴയിൽ നമ്മൾ സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ സെക്ഷനാണ്. നമ്മൾ മീനും കൂടെ ഇട്ടിട്ടുണ്ട്. ദോശ ചൂടാൻ എളുപ്പമാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാമായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.